ഒരു സിനിമ പേര് പറഞ്ഞപ്പോ ഇന്ന് പോകുമ്പോൾ ആൽബം ചെയ്തില്ല നമ്മൾ വിനീത് ഭായിയുടെ ആൽബം വന്നില്ല. ജിങ്കിൾ ബെൽസ് വന്നു ഒരു ആൽബം ചെയ്ത നല്ല രീതിയിൽ പറഞ്ഞ കോമഡി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ ആ സമയത്ത് നിഷാടിക്കിട്ട് ജിങ്കിൾ ബെൽസ് ഹിറ്റാന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണാത്ത കാര്യം പറയും. 1000 പേര് കണ്ടിരുന്നു, പക്ഷെ ട്രോളാത്തെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ നായകന്മാരില്ല. ഈ പുള്ളിയ നായകൻ ജിങ്കിൾ ബെൽസിനെ നമ്മൾ പേരായിട്ട് ഇനി ആൾക്കാർ പ്രതീക്ഷിച്ച് നിങ്ങൾ രണ്ടേച്ചാണോ ഡിപ്ലോക്കാം ലോട്ടറി ടിക്കറ്റ് ചിലപ്പോ ഒരുപാട് ആരാധികമാരുള്ളതുകൊണ്ട് ചിലപ്പോ തിയേറ്റർ വെച്ച് ലിപ്ലോക്ക് പെൺകുട്ടിയായിട്ട് ഡിപ്ലോ ചെയ്യാൻ പറഞ്ഞു. പെൺകുട്ടിയായിട്ട് ഡിപ്ലോ ചെയ്യാൻ പറഞ്ഞു. പെൺകുട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിൽ മുദ്രപത്രത്തിന് ഒപ്പിട്ടത് ചെയ്യും. ഇവരും പലപ്പോഴും മെസ്സേജ് അയക്കണ ആണുങ്ങളാ. പക്ഷെ പെണ്ണെന്ന് പറയുമ്പോൾ ഒറ്റ ഓട്ടോ ഉണ്ട് ടോൾ ജംഗ്ഷനിലേക്ക്. ഇല്ലേ ഇവിടെ ഓടിയില്ല കഴിഞ്ഞ ദിവസം. ചില സമയത്ത് നമ്മളിപ്പോ എടുത്താൽ വേണ്ടി ചിലർ നോക്കാറുണ്ട്. പക്ഷെ ചില വലിയ പ്രൊഫൈലിൽ നിന്നൊക്കെ പ്രപ്പോസ് വരാറുണ്ടാവും. സമയം ഡോക്ടർ എന്താ അത് പ്രോസസിംഗ്. എന്തായാലും ജൂലൈയിൽ കല്യാണം ഉണ്ടാവും. എന്തായാലും ജൂലൈ വന്നപ്പോ 23, ഇപ്പോഴും 24. തിരിച്ചിട്ട് 23, 32 കറക്റ്റ് അല്ലേ? എനിക്ക് 50. എന്തായാലും ഇപ്പൊ തരക്കിലാണ് മുന്നോട്ട് പോകണം. ഇനി വിവാദങ്ങൾ വരാൻ താല്പര്യമില്ല. 2-3 ഷർട്ട് മണിക്കുണ്ട്. ഡെയിലി പൈസ കിട്ടണല്ലേ? കല്യാണത്തിന് പോകുന്നുണ്ട്. എല്ലാ കല്യാണ ഫംഗ്ഷന് ഒരു 4000-2000 വെച്ച് കിട്ടുന്നുണ്ട്. പൈസ ഉണ്ട് അത്യാവശ്യം. പ്ലാൻ ചെയ്ത ബിഗ് ബോസ് വിളിച്ചെങ്കിൽ ഞാൻ പറഞ്ഞില്ല 20,000 ഒരു ദിവസം തരികയാണെങ്കിൽ പോകും, അല്ലെങ്കിൽ നോ. അണ്ണൻ നോ പറയില്ല, ഞാൻ നോ പറയും. മിനിമം 20,000 ഞാൻ പറയണം. കാരണം നമ്മുടെ ഫെയിം വെച്ച് ഒരുപാട് പേര് പൈസ ഉണ്ടാക്കിയെന്നാ പറയുന്നത് ഓൺലൈൻ മീഡിയ. ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ വീഡിയോകളിൽ സാധാരണ കമന്റ് വരുന്നുണ്ട് നീ പല്ല് തേക്കാറില്ലെന്ന്, അത് സത്യമാണോ? പല്ല് കുറച്ച് അറിയേണ്ടത്. ഇപ്പൊ ഇടക്കൊച്ചിലൊരു ഡെന്റൽ ക്ലിനിക്കലുണ്ട്. പല്ലേക്കത്തോണ്ടല്ല മുറുക്കിന്റെ പരിപാടി. ഇടയ്ക്ക് സിഗരറ്റ് വലിക്കാറുണ്ട്. മുറുക്ക് വാങ്ങി ഗ്ലാമറിന്റെ വെച്ചാൽ നമ്മള് ഇടക്കിടക്ക് മറ്റേ ഇത് പോകാറുണ്ട്, ചെയ്യാൻ പോകാറുണ്ട്. അല്ലല്ല നമ്മളെ മറ്റേ ഇത് ക്ലീനിങ്. നിങ്ങൾ വെർജിൻ ആണോ? ദൈവത്തിന്റെ ഇത് നിന്റെ ദൈവത്തിന്റെ അതൊക്കെ സമയത്ത് പറയും. എല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. സത്യമാണോ? റൈറ്റ് ഒക്കെ പലതും പറയും. വാക്ക് പറഞ്ഞേ. വേറെ കാര്യം പറയാം. ഇപ്പൊ ഹണിറോസിന്റെ വിഷയം, ബോബി സിമിന്റെ വിഷയം നടക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് രണ്ടുപേരുടെ ഫാൻസ് ആയതുകൊണ്ട് ഒരു റിപ്ലൈ ഇല്ല. ആരും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ആ വിഷയം ചോദിക്കും. അല്ല ഹണിറോസ് എന്ന് പറഞ്ഞാൽ അവര് എല്ലാവരും കേസ് കൊടുക്കുന്നില്ല, കമന്റ് ഇടുന്ന എല്ലാവർക്കും. എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമ്മള് കരഞ്ഞ് പകളം വെക്കൂല. ഞാൻ കറക്റ്റായിട്ട് ഇപ്പൊ ബോച്ചയ്ക്കെതിരെ കൊടുത്തേക്കണെന്ന് പറഞ്ഞാൽ എത്ര സുഹൃത്താണെങ്കിലും അവരുടെ അടിയിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നതാണ് അവര് ബോച്ചയെതിരെ കമന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കമന്റ് ഇടുമ്പോൾ ലേഡീസിന് കമന്റ് ഇടുമ്പോൾ സൂക്ഷിച്ച് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം അവർക്കാണ് മുൻപന്തി. ഇപ്പൊ നമ്മള് അല്ല പക്ഷേ അവരെ ഒരു കമന്റ് ഹണിറോസ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അത് അണ്ണൻ പറയും സിനിമയ്ക്ക് വേണ്ടി അണ്ണൻ നായകനെ വന്ന പടത്തില്. പിന്നെ വേറെ കാര്യം പറയാം. അന്നൊരു ദിവസം ഹണിറോസിനെ കണ്ടപ്പോഴല്ലേ ഹണിറോസിനെ വിളിച്ചപ്പോ എണീക്കുന്നല്ലോ, കൈ തന്നു. എന്നിട്ട് ഇനി പണി വന്നാലോ എന്തെങ്കിലും. ഞങ്ങളൊരു ഫോട്ടോ എടുക്കുന്ന വൈറലായിരുന്നു. ട്രാൻസ്ജെൻഡർ വിഷയത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പൊ ഈ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും തോന്നുന്നു. ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തു ഹണിറോസിന്റെ കൂടെ. ഫോട്ടോ ഞങ്ങൾ ഇങ്ങനെ എടുത്തു. കാരണം ഹണിറോസ് ഇത് ബ്രൈറ്റ് പറയുന്നതിനെ കുറിച്ച് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് ഹണിറോസിനെ തടഞ്ഞു നിർത്തി ഒരു ഫോട്ടോ എടുത്തായിരുന്നു.